ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഈ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് അടിയിൽ ലീക്ക് വരുന്നുണ്ട്, വെള്ളത്തിൻ്റെ ഈർപ്പം വരുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേൾക്കുമ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മളിത് മണക്കാട് സൈറ്റാണ്. അപ്പോൾ സൈറ്റിൽ നമ്മൾ എളുപ്പത്തിന് വേണ്ടി, അതായത് കോൺക്രീറ്റ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ലിഫ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കുമ്പോഴുള്ള ഉപയോഗം എന്ന് പറയുന്നത് പെട്ടെന്ന് പണി തീരും. കാരണം നമുക്ക് കൈക്കൂട്ട ആൾക്കാർ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 6-7 മണിക്കൂറൊക്കെ എടുക്കുമെങ്കിൽ ഈ ലിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതി സമയം മതി. ഇതുപോലെ കോൺക്രീറ്റ് കൊണ്ടിടും, കോൺക്രീറ്റ് ഇട്ടിട്ട് ഇതുപോലെ ഒരാൾ നിന്ന് വെട്ടി നമ്മാട്ടി വെച്ച് വെട്ടി ലെവൽ ചെയ്തതിനു ശേഷം വൈബ്രേറ്റ് അടിച്ചാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മളിവിടെ കോൺക്രീറ്റിന് കൂട്ട്, അതായത് കോൺക്രീറ്റ് മിക്സിങ്ങിൻ്റെ കണക്കെന്ന് പറയുന്നത് 5 കുട്ടം മെറ്റിൽ, 4 കുട്ടം മണൽ, 1 പാക്കറ്റ് സിമൻറ്റ്, ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ മെറ്റിലാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഫസ്റ്റ് കൂട്ട് കോൺക്രീറ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൽ കൊണ്ട് തട്ടുമ്പോൾ നല്ല അടിപൊളി കോൺക്രീറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന സിമൻറ്റ് അൾട്രാടെക്കാണ്. അപ്പോൾ കോൺക്രീറ്റിന് അൾട്രാടെക് സിമൻ്റാണ് ഞങ്ങളിവിടെ ഈ സൈറ്റിലത്തേക്ക് മൊത്തത്തിൽ എടുത്തിട്ട് ഇതുപോലെ കോൺക്രീറ്റ് തട്ടും. പിന്നെ ലിഫ്റ്റ് ഉപയോഗിക്കുമ്പോഴുള്ള മെയിനായിട്ട് പ്രത്യേകത, നമ്മൾ ഈ തട്ടിൽ ഇതുപോലെ ഷീറ്റ് ഇട്ടിട്ട് ഈ വണ്ടിയിൽ അർവാനയിൽ കോൺക്രീറ്റ് ഇങ്ങനെ തള്ളിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്ന കമ്പി, ഒരു ലിൻഡിൽ കൺസീലർ ബീമൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചരിയുന്നുണ്ടോ ഇല്ലയോ നോക്കണം. ചരിയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ട് വേണം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഓവർ ലൂസ് ആക്കരുത്. പല ആൾക്കാരും ഈ കോൺക്രീറ്റ് നിരത്താൻ എളുപ്പത്തിന് വേണ്ടി മേസ്ത്രിമാർ പറയും വെള്ളം കൂട്ടി എടുക്കാൻ. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യുക, അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മൾ എപ്പോഴും വൈബ്രേറ്റ് അടിക്കുന്ന തട്ടാണെങ്കിൽ കോൺക്രീറ്റ് ഒരു മീഡിയം പരുവത്തിൽ വേണം നമ്മൾ ഇതുപോലെ ചെയ്യാൻ. ഒരുപാട് ലൂസാക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഗ്യാപ്പ് ഒഴുകി ഗ്രൗട്ട് മുഴുവനും പോകും. അത് പോരാത്തവന് നമ്മൾ ഈ അറവാനയിൽ വണ്ടിയിൽ കോൺക്രീറ്റ് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ലൂസാണെങ്കിൽ മെറ്റിലും മണലും കുറവായിട്ട് നമുക്ക് തോന്നും, വെള്ളമായിരിക്കും ഇതിനേക്കാളും കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റ് ഇട്ട് തീരുമ്പോൾ നമുക്ക് അതിനൊരു ബലക്കുറവ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അവിടെ ക്രാക്ക് വീഴും, പൊട്ടൽ, അതായത് അകത്തിൽ ഈർപ്പുണ്ടാവും. പിന്നെ വൈബ്രേറ്റ് അടിക്കാൻ നമ്മൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് എടുപിടിയെന്നും പറഞ്ഞ് വൈബ്രേറ്റ് അടിച്ച് പോകരുത്. വൈബ്രേറ്റ് അടിക്കുമ്പോൾ ബീമൊക്കെ ഉണ്ടെങ്കിൽ ബീമിലൊക്കെ നല്ല രീതിയിൽ അടിച്ച് ഇത് കലങ്ങണം. കോൺക്രീറ്റ് കലങ്ങി കംപ്ലീറ്റും എയർ ഇല്ലാതെ ഫില്ല് ചെയ്ത്, അതുപോലെ തന്നെ തട്ടിലൊക്കെ കവറിങ് ബ്ലോക്ക് വെച്ചതിന് ശേഷം കോൺക്രീറ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ വേണം വൈബ്രേറ്റ് ഇട്ട്. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്യാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് എൻ്റെ മേളിൽ ഇട്ടിട്ട് ഒരു വലിയാണ്, സംഭവം തീർന്നു, അവരെ പണി തീർന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ ആമർ ഇട്ട് അടിക്കും. അപ്പോൾ ആമർ ഇട്ട് അടിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെവലാകാൻ മാത്രമല്ല, നമ്മൾ ഈ ആമർ ഇട്ട് അടിക്കുമ്പോൾ ഈ പ്രസ് ചെയ്ത് നല്ല വെയിറ്റുള്ള ആമർ ആയിരിക്കണം, തടിയായിരിക്കണം, ഇതുപോലെ ഇട്ട് അടിക്കുക. ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ അടിയിലുള്ള എയർ മേളിലോട്ട് കയറി. അപ്പോൾ കോൺക്രീറ്റ് ഇതുപോലെ ആമർ അടിക്കുമ്പോൾ അടിയിലത്തെ എയർ കംപ്ലീറ്റും മുകളിലോട്ട് കയറി വരാൻ ചാൻസ് കൂടുതലാണ്. ഈ ആമർ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ എയർ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ അതുവഴി നമുക്ക് ലീക്ക് ഉണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം ആമറൊക്കെ അടിച്ച് നല്ല തട്ടൊക്കെ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്റ്റെയറിൻ്റെ വർക്ക് നടക്കുകയാണ്. നമ്മളെ അകത്തോട് സ്റ്റെയർ കേസിൻ്റെ ചെയിൻ സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ റൈസർ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. റൈസർ 15 സെൻറ്റിമീറ്ററും അതിൻ്റെ ടോപ്പ് 30 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ള ഘടകമാണത് ഇതുപോലെ ബണ്ട് വയ്ക്കണം. ബണ്ട് വെക്കണമെന്ന് വെച്ചാൽ സിമൻറ്റ് വളരെ കുറച്ച് ചാന്ത് കൂട്ടി അടുപ്പിച്ച് ബണ്ട് വയ്ക്കണം. ബണ്ട് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ല രീതിയിൽ കെട്ടി നിർത്താനാണ്. പല ആൾക്കാരും കോൺക്രീറ്റ് കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് ചെയ്ത് അത് തിരിഞ്ഞു നോക്കത്തില്ല. വെള്ളം ഒഴിച്ചാൽ ഒഴിച്ചില്ലേ, ഒറ്റ പ്രാവശ്യം വെള്ളം ഒഴിക്കും, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വന്ന് വെള്ളം ഒഴിക്കുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. കോൺക്രീറ്റ് കഴിഞ്ഞ ഉടനെ ബണ്ട് വെച്ചതിന് ശേഷം പിറ്റേന്ന് കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം ഒരു തടി വെച്ച് ഇതുപോലെ ഒന്ന് തട്ടി ഒതുക്കണം. ആ തട്ടി ഒതുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബണ്ടൊക്കെ വയ്ക്കാൻ നേരത്ത് മേൽ കയറി ചവിട്ടുമ്പോൾ ചെറിയ